ഇന്ന് ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടി കീഞ്ഞ സമയത്താണ് അച്ഛൻ പറഞ്ഞത് അച്ഛൻ കൊണ്ടാക്കുക അച്ഛന് പയ്യന്നൂരേക്ക് പോകണമെന്നുള്ളത്. അപ്പം എനിക്ക് സന്തോഷമായി. ബസ്സിൽ പോകുമ്പോഴാണെങ്കിൽ ഇപ്പം സ്കൂൾ പിള്ളേരിലായതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും, തൂങ്ങി പിടിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ കൊണ്ടാക്കുന്ന പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് പി ടി എൽ ഉണ്ടാകുമ്പം ഞാൻ എത്രയോ പ്രാവശ്യം ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശ്വര എന്ന് അച്ഛൻ വന്നാൽ മതിയെന്ന്. എന്താ വെച്ചാൽ അച്ഛൻ വരുന്ന സമയത്താണെങ്കിൽ അച്ഛൻ ഒന്നും പറയൂല. അമ്മയാണെങ്കിൽ ഞാൻ വീട്ടിൽ എന്തെല്ലാം കുരുത്തക്കെട്ട് ഒപ്പിക്കുന്നുണ്ടോ അതെല്ലാം വിളിച്ച് പറയും. അതായത് ഫ്രണ്ട്സുകളെ മുമ്പ് തന്നെ നിർത്തി എന്നെ നാണം കെടുത്തും. അതുകൊണ്ട് അമ്മ എനിക്ക് എൻ്റെ ക്ലാസ് പീറ്റേക്ക് വരുന്നത് ഇഷ്ടേ ഉണ്ടായിട്ടാ. പക്ഷേ ആൺപിള്ളേർക്ക് നേരെ തിരിച്ചായിരിക്കും അല്ലേ, അച്ഛൻ വരുമ്പോഴായിരിക്കും പേടി. അത് ഞാൻ കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, ആണുങ്ങൾക്ക് അമ്മേനേക്കാളും പേടി അച്ഛന്മാരെയാണെന്നുള്ളത്. പക്ഷേ പെൺകുട്ടികൾക്ക് എപ്പം അമ്മേനേക്കാളും കാര്യം അച്ഛനോടായിരിക്കും. കാരണം അച്ഛൻ തല്ലുകയില്ല, എൻ്റെ അച്ഛൻ എന്നെ തല്ലുകയില്ല. അമ്മ എന്നെല്ലാം പറഞ്ഞാൽ എന്നെയും ഞാൻ നിർത്തി പഠിക്കും, അങ്ങനെ തല്ലും. അങ്ങനെ ഞാൻ ഓരോന്ന് ചിന്തിച്ച് അച്ഛൻ്റെ അപ്പുറം ഞാൻ ഓരോ വർത്താനം പറഞ്ഞ് നേരെ പയ്യന്നൂരേക്ക് എത്തി. അപ്പം ഇതിൻ്റെ ടാഗാണ്, ഞാൻ മുഖം കാണിക്കൂല, കാരണം അതിലത്തെ ഫോട്ടോ നല്ല പെയിട്ടായിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ എന്നെ ക്ലാസ്സിനെ ഉണ്ടാക്കി, അച്ഛൻ നേരെ തിരിച്ചു പോയി. അങ്ങനെ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോയിട്ടാകുമ്പോൾ ഇന്ന് ഫീസ് കൊടുക്കണമെന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. അങ്ങനെ ഞാൻ ഒന്നുകൂടി സുഹൃത്തായിട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം, എനിക്ക് ഫീസ് കൊണ്ട് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ സുഹൃത്തായിട്ടൻ ആ ഫീസും കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സുഹൃത്തായിട്ടൻ്റെ അടുത്ത് നിന്ന് ഫീസും വാങ്ങിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ടാകുമ്പോൾ സുഹൃത്തായിട്ടാണെങ്കിൽ എന്നെ ക്ലാസ്സിലേക്ക് വിടുന്നേയില്ല. കുറച്ചായിട്ട് പോയിക്കോ പറഞ്ഞിട്ട് ക്ലാസ്സിൽ കയറേണ്ട സമയമായിരുന്നു. അങ്ങനെ ക്ലാസ്സിലും കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയത് ബസ്സിനാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.